വൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10th പ്രിലിമിനറി എക്സാം ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഓപ്ഷൻ സി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ എ സമുന്നയ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവലാണ് ഓപ്ഷൻ ഡി അടിയാളപ്രേതം. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ്. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡാണ് ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഓപ്ഷൻ ഡി ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. രണ്ടാം പിണറായി സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ ബി സജി ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേരെന്താണ്? കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ ഡി ഫസ്റ്റ് ബെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C 52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണത്? അത് EOS 04 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം. 2012. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം 2012. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി സിക്കിം, പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് ഓപ്ഷൻ സി മണിപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? റോഡിൻ്റെ സാന്ദ്രത 16 കിലോമീറ്റർ 100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. എ ആണ് നമ്മുടെ ഉത്തരം. അപ്പം നാഗ്പൂർ പ്ലാൻ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സാന്ദ്രത 16 കിലോമീറ്റർ 100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കൽ. അതുപോലെ തന്നെ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ് ഇതിൽ? അത് അംബാല, അമൃത്സർ. ബാക്കി പ്രദേശങ്ങളെല്ലാം ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത 2 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ദേശീയ ജലപാത. ദേശീയ ജലപാത 1ഉം 2ഉം ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 2 NW2 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ തെറ്റ്, അത് NW1 ആണ്. സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. അടുത്തത് 1620 കിലോമീറ്റർ നീളമുണ്ട്.
തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിൽ പങ്കിടുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ബി ആലക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചസാര വ്യവസായം ഇതിന് ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അപ്പോൾ ഇതിലെന്താണ് ഉത്തരം വരുന്നത്? വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിക്ഷേപിച്ച EOS-4 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. തെറ്റാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്കപ്പോൾ EOS-4നെ പറ്റി ഒന്ന് നോക്കാം. PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് നമുക്ക് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഓപ്ഷൻ ഡി ആനയാണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ഡി 2025. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ ഡി 42. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിക്കുന്നു. ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചത്. ഭാഗം 3 പ്രതിപാദിക്കുന്നത്. ശരിയാണല്ലേ. ഐറിഷ് ഭരണഘടന കടപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. തെറ്റാണ്. 6 ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശം. അപ്പോൾ ഇതിൽ ബന്ധപ്പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2, 3 ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണ് ഉള്ളത്. അത് ബന്ധമുണ്ടല്ലേ? ശരിയാ. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ശരിയാ. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. തെറ്റ്. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് ഉത്തരം. അടുത്തത്, അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ സി രാമനമ്പിയാണ് നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അടുത്ത ക്വസ്റ്റ്യൻ, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോൻ. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ഏതാണ്? ഓപ്ഷൻ ബി പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണ ഉടമ്പടി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടി.
അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആലുവ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ആലുവയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1557 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി നാനാ സാഹിബ്. 1757 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? അത് ഗാന്ധിജിയാണ് തിരഞ്ഞെടുത്തത് കേട്ടോ. ഓപ്ഷൻ ബി ആചാര്യ വിനോബ ഭാവെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഓക്കെ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസാണ് അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് ഡോക്ടർ വി.പി. മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലമാണ് ഓപ്ഷൻ സി ബോംബെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി നദിയുടെ പോഷക നദിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഓപ്ഷൻ ബി പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? വേമ്പനാട്ട് കായൽ ഇല്ലാത്തത് ഏത് ജില്ലയിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ സി മൂലമറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഓപ്ഷൻ സി പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം? കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് ഓപ്ഷൻ ഡി എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ശുദ്ധജല തടാകം? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ശുദ്ധജല തടാകം. അടുത്ത ക്വസ്റ്റ്യൻ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകമാണ് ഓപ്ഷൻ ബി പ്രോട്ടീൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് കരളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗാണു? മലമ്പനിക്ക് കാരണമായ രോഗാണുവാണ് ഓപ്ഷൻ സി പ്രോട്ടോസോവ. അടുത്ത ക്വസ്റ്റ്യൻ, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി താലോലമാണ് കേട്ടോ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി? ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ബി ഹരിത സസ്യങ്ങൾ.
അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കാസർഗോഡാണ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികൾ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം കണ്ടെത്തുക. ഓപ്ഷൻ ഡി അന്നപൂർണയാണ് നെല്ലിനം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? ആൽക്കലി ലോഹം അല്ലാത്തത് ഓപ്ഷൻ ഡി അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം. വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാരണമായത് ഏതൊക്കെയാണ്? മീഥേൻ, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. അടുത്തത്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ടെലൂറിയമാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം ഇവ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? നക്ഷത്രഗണമാണ് ഓറിയോൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണം ഏതാണ്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണമാണ് സംവഹനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി കത്രിക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ ബി അപവർത്തനം. ഓപ്ഷൻ ബി അപവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് ഓപ്ഷൻ ഡി കമ്പനം എന്നാണ് ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഓപ്ഷൻ എ ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ച സംവിധാനമാണ്. ശരിയാണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വാർത്താ അവതാരകൻ. ഓപ്ഷൻ ബി ഇവാൻ. മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ്. ശരിയാണ്. അടുത്തത്, 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. തെറ്റാണ്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി, എയും സിയും ശരിയാണെന്നാണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. പദ്ധതിയുടെ പേര്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഓപ്ഷൻ ഡി ആണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതും ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ ക്രമത്തിൽ രേഖപ്പെടുത്തുക. ഹോക്കിയുമായി റിലേറ്റ് ചെയ്യുന്ന എന്താണ്? ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ് ഹോക്കി. അടുത്തത് PT ഉഷയുമായി ബന്ധപ്പെട്ടത് എന്താണ്? CUKയുടെ പ്രഥമ ഓണറ്ററി ഡോക്ടറേറ്റ് ആർക്കാണ്? PT ഉഷയ്ക്കാണ് ലഭിച്ചത്. CUKയുടെ പ്രഥമ ഓണറ്ററി ഡോക്ടറേറ്റ് ലഭിച്ചത് PT ഉഷയ്ക്കാണ്. അടുത്തത്, മുംബൈ ഇന്ത്യൻസോ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. അടുത്തത്, വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിലെ തെറ്റായ ജോഡികൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡികൾ: നിത്യ ചൈതന്യ യതി കരിഞ്ചന്ത. അത് ശരിയാണ് കേട്ടോ.
തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. നിത്യചൈതന്യ യതി കരിഞ്ചന്ത അത് തെറ്റാണ്. പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ ശരിയാണ്. കുമാരനാശാൻ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? നിത്യചൈതന്യ യതി കരിഞ്ചന്ത തെറ്റാണ്. പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ തെറ്റ്. കുമാരനാശാൻ ദുരവസ്ഥ ശരി. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ശരി. അപ്പോൾ തെറ്റായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. എയും ബിയും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ഖസാക്കിൻ്റെ ഇതിഹാസമാണ് കേട്ടോ. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഇത് ഏത് കൃതിയുടെ ആമുഖത്തിലാണെന്ന് ചോദിച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കലയും കലാകാരന്മാരുമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടത് ഇവിടെ ഏതാണ്? ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ജെ സി ഡാനിയൽ എന്താണ്? മലയാള സിനിമയുടെ പിതാവാണ് ജെ സി ഡാനിയൽ. റസൂൽ പൂക്കുട്ടിയോ? ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ഭാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. തോപ്പിൽ ഭാസിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി കുമരകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എന്താണ് നോക്കാം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായവയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സിയും ഡിയും. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? ഓപ്ഷൻ ഡി ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത്. ജർമ്മനിയുടെ സഹായം. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട മലനിരകളിലും പൂർവ്വഘട്ട മലനിരകളിലും കൂടിച്ചേരുന്ന ഭാഗം. ഓപ്ഷൻ സി നീലഗിരി. പശ്ചിമഘട്ട മലനിരകളിലും പൂർവ്വഘട്ട മലനിരകളിലും കൂടിച്ചേരുന്ന ഭാഗം ാണ് നീലഗിരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ജാംനഗറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. 1951. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് ഓപ്ഷൻ സി കണ്ണൂർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97-ാം ഭരണഘടനാ ഭേദഗതി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയുമായി ഉൾപ്പെടാത്തത് ഏതാണ്? അത് മനുഷ്യാവകാശ ലംഘന പരിധിയിൽ അന്വേഷണം നടത്തുക. ശരിയാണ്. ജയിൽ സന്ദർശനം ശരിയാണ്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ശരിയാണ്. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2025 പ്രകാരം ശരിയായത്. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവനും വ്യാപ്തി ഉണ്ടായിരിക്കും. ശരിയാണ്. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അത് തെറ്റാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിദേശ സർക്കാരിൽ നിന്നും
ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ശരിയാണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത എത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ബ്രിട്ടൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? അത് ഓപ്ഷൻ ബി ആണ്. 2010 ഏപ്രിൽ 31-നാണ്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരിധി നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്? ഓപ്ഷൻ സി 3 മാസമാണ്. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ട് പോകാം എന്നത് ചോദിച്ചാൽ അത് 3 മാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1980 സുനിൽ ബത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1980 സുനിൽ ബത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി പൊതു താൽപ്പര്യ ഹർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആരാണ്? വരിക വരിക സഹചരേ ഓപ്ഷൻ ബി അംശി നാരായണ പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ പ്രമേയമാക്കി രചിച്ച നോവലാണ് ഓപ്ഷൻ ഡി ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ? ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഓപ്ഷൻ ബി രേഖാംശ രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാന നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ മലാല യൂസഫ്സായി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റെയ്ച്ചൂർ ആണ്. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവജി. അടുത്ത ക്വസ്റ്റ്യൻ, കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ വളർത്തുന്ന രീതി? കൊടും തണുപ്പുള്ള രാജ്യങ്ങളിലെ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? സമത്വത്തിനുള്ള അവകാശം ഉണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ട്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമുണ്ട്. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ബാരോമീറ്റർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം സ്ഥാപിച്ചതാരാ? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ഓപ്ഷൻ ബി ചാനാർ ലഹള. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാനാർ ലഹള. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി ഗാന്ധിജിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത് ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിക്കപ്പെടുന്ന നദി. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ ബി നൈൽ നദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത ആരാണ്? അത് മാഡം ഭിക്കാജി കാമയാണ് കേട്ടോ. പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A ആണ്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്ഥാപകനാണ് കേട്ടോ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? വ്യക്തിഗത ആദായ നികുതി പരോക്ഷ നികുതി അല്ല. സേവന നികുതി, വിനോദ നികുതി, പരസ്യ നികുതി എന്നിവ പരോക്ഷ നികുതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഓപ്ഷൻ എ കുമരകം. അടുത്ത ക്വസ്റ്റ്യൻ, വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടങ്ങര പള്ളം പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്തതാണ് പെരിക്കാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരിക്കാർഡിയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി നിശാന്തത. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞനിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു. മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന ടാർട്രസിനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം പദ്ധതിയാണ് കേട്ടോ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, പപ്പായയുടെ ജന്മദേശം അമേരിക്ക. പപ്പായയുടെ ജന്മദേശം അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, നെൽച്ചെടിയിലെ പരാഗണകാരി. നെൽച്ചെടിയിലെ പരാഗണകാരി ഓപ്ഷൻ സി കാറ്റാണ് കേട്ടോ. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? ഓഖി ദുരന്തം ഉണ്ടായത് ഓപ്ഷൻ ബി 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് ഓപ്ഷൻ എ തെന്മല, കൊല്ലം ജില്ല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പ്രോട്ടോണാണ്. 72. ചുവടെ കൊടുത്തിരിക്കുന്ന ഇവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പീരിയോഡിക് ടേബിളിലെ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് 18 കേട്ടോ. അലസവാതകങ്ങൾ ഗ്രൂപ്പ് 18. അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യത്യസ്ത pH മൂല്യം തന്നിരിക്കുന്ന ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് ഏത് pH മൂല്യത്തിലാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി 3 ആണ് കേട്ടോ. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ 27 1/3 ആണ് വേണ്ടത്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം? 27 1/3 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാ? ഇവിടെ ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനം. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കുന്നവ ഏതാണ്? കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പം ഇതെല്ലാം തെറ്റാണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സംവഹനം. ഓപ്ഷൻ ബി സംവഹനം. അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? വേട്ടക്കാരൻ ഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് ഓപ്ഷൻ സി തിരുവാതിര. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുക, കേട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. കാരണം നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത് അല്ലേ. സെയിം ഭാഗത്തുനിന്ന് തന്നെ എത്ര ക്വസ്റ്റ്യൻസും വരുന്നു. അപ്പോൾ ആ ഭാഗത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നിങ്ങളൊന്നുകൂടി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.